ഹായ് ഫ്രണ്ട്സ്, ഞാൻ നിങ്ങളോട് കുറച്ച് കാര്യങ്ങൾ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത്. കഴിഞ്ഞ കുറെ ദിവസങ്ങളായിട്ട് നമ്മൾ സോഷ്യൽ മീഡിയാസിൽ കാണുന്നുണ്ട് ഇൻഫ്ലുവൻസറുടെ ആത്മഹത്യ, അതിനെ തുടർന്ന് സുഹൃത്തിനെ പോക്സോ കേസിൽ അറസ്റ്റ് ചെയ്തു, ഇങ്ങനെയുള്ള വാർത്തകൾ നമ്മൾ കേൾക്കുന്നുണ്ട്. അതുകൂടാതെ തന്നെ അതിൻ്റെ ഉള്ളിൽ നമ്മൾ പല രീതിയിൽ നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത കുറെ കാര്യങ്ങളും കൂടി കേൾക്കുന്നുണ്ട്. അപ്പം ഇതിനെക്കുറിച്ച് കുറച്ച് കാര്യങ്ങളാണ് ഷെയർ ചെയ്യുന്നത്. ഇത് ആദ്യത്തെ സംഭവമല്ല, പല തവണകളായി ഇങ്ങനെയുള്ള ന്യൂസുകൾ വരുന്നു. അപ്പം ഓൾറെഡി ഇങ്ങനെയുള്ള ന്യൂസുകൾ വരുന്നു, നമ്മുടെ സമൂഹം ഇങ്ങനെയാണ്, സൊസൈറ്റി ഇങ്ങനെയാണ് എന്നൊക്കെ ചിന്തിക്കാനുള്ള ബോധമുള്ള ഒരു യുവതലമുറയാണ് നമുക്ക് മുന്നിൽ ഇപ്പൊ വളർന്നു വന്നുകൊണ്ടിരിക്കുന്നത്. എന്നിട്ടും എന്തുകൊണ്ട് അവർക്ക് ഇങ്ങനെ സംഭവിക്കുന്നു എന്ന് നമുക്ക് ആർക്കും അറിയില്ല. ഇപ്പൊ ഓരോരുത്തർ പറയുന്നുണ്ട് ആ കുട്ടി ഭയങ്കര ബോൾഡ് ആയിരുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പൊ നമ്മളൊരു കുട്ടിയെ നോക്കുമ്പോൾ ആ കുട്ടിയുടെ ഡ്രസ്സിങ് അല്ല ആ കുട്ടി ബോൾഡ് ആണെന്ന് പറയേണ്ടത്. ചിലരുണ്ട്, ഇപ്പൊ ഒരു കുട്ടി വന്നു കുറച്ച് മോഡേൺ ഡ്രസ്സ് ഇട്ടു, ഷോർട്സ് ഇട്ടു, മുടി ഒന്ന് ഇച്ചിരി ഷോർട്ട് ചെയ്ത് കട്ട് ചെയ്ത് മുടി കളർ ചെയ്തു, ഒരു ടാറ്റു അടിച്ചു, ആ ഒരു കുട്ടീനെ കണ്ടു കഴിഞ്ഞാൽ ആൾക്കാർ പറയുന്നത് അവള് ഭയങ്കര ബോൾഡാണ്. വീട്ടിൽ കഴിക്കാനില്ലെങ്കിൽ എന്താ അവളുടെ നടപ്പ് കണ്ടോ, അയ്യോ ആ പെണ്ണിന് അങ്ങനെ ഇങ്ങനെ പറയാൻ ഇനി ഒന്നും ബാക്കി ഉണ്ടാവില്ല. ഇനി ഒരു കുട്ടി ഒരു നാടൻ ലുക്കിൽ വരുമെന്ന് വെച്ചോ, ആ കുട്ടീനെ നോക്കി ഇതേ ആളുകൾ പറയും പാവം കുട്ടി എന്ന് പറയും. ഇങ്ങനത്തെ സമൂഹമാണ് ഇപ്പൊ എത്ര മോഡേൺ ആയി എന്ന് പറഞ്ഞാൽ നമ്മുടെ മുമ്പിലുള്ളത്. അതുപോലെ തന്നെ നമ്മള് പെൺകുട്ടികൾ ഭയങ്കര ഫാഷനാണ് അല്ലെങ്കിൽ മോഡേൺ ആണ്, ഷോർട്സ് ധരിക്കുന്നു, ജീൻസ് ധരിക്കുന്നു, പല പല രീതിയിലുള്ള മോഡേൺ ഡ്രസ്സുകൾ ധരിക്കുന്നു. അവർക്ക് അതിനുള്ള റൈറ്റ്സ് ഉണ്ട്. കാരണം സ്വന്തം എന്ത് ഡ്രസ്സ് ധരിക്കണം എന്ന് തീരുമാനിക്കേണ്ടത് അവനവനാണ്, ആൺകുട്ടികളാണെങ്കിലും പെൺകുട്ടികളാണെങ്കിലും. എങ്കിൽ പോലും ഇന്നും രാത്രികളിൽ എത്ര പെൺകുട്ടികൾക്ക് തനിയെ യാത്ര ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുന്നുണ്ട്? രാത്രി പോട്ടെ, പകലുകളിൽ പെൺകുട്ടികൾ എന്ന് വേണ്ട, ചെറിയ കുട്ടികളടക്കം അമ്മമാര് വരെ അപ്പം അങ്ങനെയുള്ള ഒരു സൊസൈറ്റിയിൽ തന്നെയാണ് നമ്മൾ ജീവിക്കുന്നത്. അത് നമ്മൾ എപ്പോഴും മനസ്സിലാക്കി വേണം ഓരോ കാര്യങ്ങളിലും മുന്നോട്ട് പോകാൻ. ഇപ്പോൾ ഉള്ള ചില കുട്ടികളുണ്ട്, ആ കുട്ടികളോട് നമ്മളൊരു കാര്യം പറയുമ്പോൾ അവർ ഒന്ന് കേൾക്കാൻ, അതായത് അക്സെപ്റ്റ് ചെയ്യാൻ മനസ്സുള്ള കുട്ടികളല്ല ഇപ്പോൾ ഉള്ളത്. നമ്മളൊരു കാര്യം പറയുമ്പോൾ അവർ പറയുന്നതാണ്, നിങ്ങൾ എന്നെ ചൊറിഞ്ഞാൽ ഞാൻ മാന്തും. ഇങ്ങനെയുള്ള മാസ് ഡയലോഗ് പറഞ്ഞ് നടക്കുന്ന കുട്ടികൾക്ക് ചെറിയൊരു ഇൻസിഡന്റ് ഉണ്ടായാലും അതിൽ നിന്ന് കരകയറാനോ ജീവിതത്തിനോട് പോരാടാനോ ഈ കുട്ടികൾക്കാകില്ല. അതൊരു വാസ്തവമാണ്. ഇപ്പോൾ ഉള്ള പെൺകുട്ടികൾക്ക് വേണ്ടത്, പെൺകുട്ടികളാണെങ്കിലും ശരി ആൺകുട്ടികളാണെങ്കിലും ശരി, അവർക്ക് വേണ്ടത് മാസ് ഡയലോഗും ഭയങ്കര മോഡേൺ ലുക്കും ആറ്റിറ്റ്യൂഡും ഇതൊന്നുമല്ല. ജീവിതത്തിൽ എപ്പോഴാണെങ്കിലും നമ്മൾ ഒറ്റപ്പെട്ടു പോകും. ഒരിക്കലും നമ്മുടെ കൂടെ ഒരു സുഹൃത്തുക്കൾ അപ്പോഴെ കാണില്ല. ചിലപ്പോൾ നമ്മുടെ പാരന്റ്സ് പോലും നമ്മുടെ അടുത്ത് ഉണ്ടാവില്ല. ആ സമയത്ത് നമ്മൾ ജീവിതത്തിൽ എങ്ങനെ മുന്നേറുന്നു എന്നതിലാണ് കാര്യം. അതാണ് ബോൾഡ്നെസ്. അതാണ് ഇപ്പോഴത്തെ യുവതലമുറയിലുള്ള കുട്ടികൾക്ക് വേണ്ടത്. അതല്ലാതെ ബോൾഡ് ആകണം, ബ്യൂട്ടി പാർലറിൽ പോകണം, ഇതൊന്നും അല്ല. ബോൾഡ് എന്ന് പറയുന്നത് ഒരിക്കലും ഡ്രസ്സിങ്ങിലല്ല, മുടി കളർ ചെയ്യുന്നതിലല്ല. നമുക്കൊരു ഫെയിലിയർ വന്നിട്ടുണ്ടെങ്കിൽ അതിനെ നമ്മൾ ഓവർകം ചെയ്യുന്നതിലാണ് നമ്മളുടെ സക്സസ് ഇരിക്കുന്നത്. ഈ പ്രായത്തിലുള്ള എല്ലാവരുടെ ശക്തി എന്ന് പറയുന്നത് എന്താണ്? ഫ്രണ്ട്സ് ആണ്. എപ്പോഴും പറയും എന്റെ ഫ്രണ്ട്സ് ആണ്, അവരുണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യും, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറയും. പക്ഷെ നിങ്ങൾ ഒരു കാര്യം ഓർത്തോ, ഏതെങ്കിലും ഒരു സിറ്റുവേഷനിൽ നിങ്ങൾക്ക് ഒരു ഫ്രണ്ട്സും കാണില്ല. നിങ്ങൾ ഒറ്റയ്ക്ക് തന്നെ അത് ഓവർകം ചെയ്യണം. നിങ്ങൾ എന്താണോ, നിങ്ങളുടെ ഫാമിലി സിറ്റുവേഷൻ എന്താണോ, നിങ്ങൾ നാളെ ആരാകണോ എന്ന് ഒരിക്കലും നിങ്ങളുടെ ഫ്രണ്ട്സ് അല്ല തീരുമാനിക്കേണ്ടത്, നിങ്ങളാണ് തീരുമാനിക്കേണ്ടത്. നിങ്ങൾ ഒരു ഫ്രണ്ടിനെ ഡിപ്പെൻഡ് ചെയ്തോ അല്ലെങ്കിൽ നിങ്ങളുടെ പാരന്റ്സിനെ ഡിപ്പെൻഡ് ചെയ്തോ, നിങ്ങൾക്കൊരു ലവർ ഉണ്ടെങ്കിൽ നിങ്ങളൊരു ലവറിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടോ ഒരിക്കലും ഇരിക്കാൻ പാടില്ല. നമ്മൾ മുന്നോട്ട് വളർന്നു വരുന്ന ഓരോ നിമിഷവും ഇൻഡിപെൻഡന്റ് ആകാൻ മാത്രം ശ്രമിക്കുക. ഒരാളെയും നമ്മൾ അകമഴിഞ്ഞ് വിശ്വസിക്കരുത്. നമ്മളെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നയാൾ നമ്മൾ തന്നെയാണ്. വേറെ ആരും നമ്മളെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടില്ല. നമുക്ക് വേണ്ട കാര്യങ്ങൾ മാത്രം ഷെയർ ചെയ്യുക. പിന്നെ നമ്മുടെ സങ്കടത്തിൽ ഇന്ന ആളോട് സംസാരിച്ചാലാണ് നമ്മുടെ സങ്കടം പോകുള്ളൂ, അല്ലെങ്കിൽ ഒരു സങ്കടം വന്ന് എനിക്ക് ആരുമില്ല എന്നുള്ള ചിന്ത വേണ്ട. സങ്കടം വന്നോട്ടെ, എന്താ കുഴപ്പം, സന്തോഷം മാത്രം മതിയോ നമ്മുടെ ജീവിതത്തിൽ. സങ്കടം വന്നാൽ അത് എങ്ങനെ സോൾവ് ചെയ്യും എന്നതിലല്ലേ നമ്മുടെ കഴിവിരിക്കുന്നത്. പിന്നെ നമുക്കൊരു ഫെയിലിയർ വന്ന ഉടനെ നമ്മൾ ചിന്തിക്കുന്ന എന്താണ്, എനിക്കങ്ങ് ചത്താ മതി എന്നാണ്. ആ ഒരു സമയത്ത് നമ്മുടെ പാരന്റ്സിനെ കുറിച്ചൊന്ന് ആലോചിക്കുമോ? അവരുടെ ചെറുപ്പകാലത്ത് അവർക്ക് അനുഭവിക്കാൻ പറ്റാത്ത പല കാര്യങ്ങളും ഉണ്ട്. എന്റെ മക്കള് അങ്ങനെ ആകരുത്, എന്റെ മക്കൾക്ക് എല്ലാ സൗകര്യം ലഭിക്കണം എന്ന് പറഞ്ഞിട്ട് കൂലിപ്പണിക്കാണെങ്കിൽ കൂലിപ്പണിക്ക് രാവെന്നില്ല പകരുന്നില്ല, അതല്ലാതെ പോയി അധ്വാനിച്ച് തിരിച്ചു വന്ന് മകൾക്കോ മകനോ വേണ്ടത് വെച്ചുണ്ടാക്കി കൊടുത്ത് അങ്ങനെ കഴിയുമ്പോൾ അവരുടെ ആ ഒരു വിശ്വാസവും ആ ഒരു സ്നേഹവും മുതലെടുക്കാതെ അവർക്ക് വേണ്ടി എന്തെങ്കിലും നല്ല കാര്യങ്ങൾ ചെയ്യാനല്ലേ സമയം മാറ്റി വെക്കേണ്ടത്.
ഫുൾ ടൈം നിങ്ങൾ സോഷ്യൽ മീഡിയാസിന്റെ കൂടെ ഇരിക്കാതെ വീട്ടിൽ വരുന്ന സമയത്ത് അമ്മയോട് മിണ്ടി, അച്ഛനോട് മിണ്ടി, അമ്മേനോടാണെങ്കിൽ വീട്ടുകാര്യങ്ങളെല്ലാം സഹായിച്ച് അവരുടെ കൂടെ സന്തോഷത്തോടെ കഴിയുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള ഒരു അവസ്ഥകൾ എത്ര പേർക്ക് വരും? ആർക്കും വരില്ല. പക്ഷേ ഇപ്പോൾ ഉള്ള കുട്ടികൾക്ക് ഏറ്റവും കൂടുതൽ സോഷ്യൽ മീഡിയയിൽ ഒതുങ്ങിക്കൂടാനാണ് താല്പര്യം. ഇനി അച്ഛനോ അമ്മയോ വന്നിട്ട് അവരോട് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിലോ ഒട്ടനെ പൊട്ടിത്തെറിയാണ് അവിടെ. അവിടെ പലതും അപ്പം സംഭവിക്കും. പക്ഷെ അവരുടെ നല്ലതിനാണ് പറയുന്നതെന്ന് അവരൊരിക്കലും മനസ്സിലാക്കിയില്ല. എല്ലാവരും അല്ല, ചില കുട്ടികളുണ്ട് ഈ പ്രായത്തിലും, അത് ചെറുപ്രായത്തിലും പാരന്റ്സിനെ സഹായിക്കാൻ മുന്നോട്ട് വന്ന് പല പല രീതിയിൽ സഹായിച്ചു കൊടുക്കുന്ന ഇഷ്ടം പോലെ കുട്ടികളുണ്ട്. ഇല്ലാന്ന് ഞാൻ ഒരിക്കലും പറയില്ല. പക്ഷെ അതല്ലാതെ പാരന്റ്സിന്റെ വിശ്വാസവും സ്നേഹവും മുതലെടുക്കുന്ന കുട്ടികളാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. പിന്നെ ഇങ്ങനെയുള്ള ഓരോ കാര്യങ്ങൾ ചെയ്തു കഴിയുമ്പോൾ ഒത്തിരി പേരുണ്ട് പാരന്റ്സിന് കുറ്റം പറയുന്നത്. അവക്കടെ അമ്മ എവിടെയായിരുന്നു, അല്ലെങ്കിൽ അവന്റെ അമ്മ എവിടെയായിരുന്നു, എന്റെ മോനെങ്ങാനും ആയിരുന്നെങ്കിൽ ഞാൻ കൊടുത്തേനെ 2 എണ്ണം എന്നൊക്കെ പറയുന്നവരുണ്ട്. അതൊക്കെ വെറുതെയാണ്. എന്തൊക്കെ പറഞ്ഞാലും കാക്കിക്ക് തൻകുഞ്ഞു പൊൻകുഞ്ഞാണ് അല്ലേ? ഇപ്പം മകളോട് അല്ലെങ്കിൽ മകനോട് ഒരു കാര്യം ചോദിക്കുമ്പോൾ ഇന്ന കാര്യം പറയുമ്പം ആ പാരന്റ്സ് അത് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അവരുടെ മകളെ അവർ അത്രമാത്രം സ്നേഹിക്കുന്നുണ്ട്, അല്ലെങ്കിൽ മകനെ അത്രമാത്രം സ്നേഹിക്കുന്നുണ്ട്, അത് അവർ വിശ്വസിക്കുന്നു. അത് മാതാപിതാക്കളുടെ തെറ്റല്ല, മറിച്ച് ആ വിശ്വാസവും സ്നേഹവും ഈ കുട്ടികൾ മുതലെടുക്കുകയാണ് ചെയ്യുന്നത്. അവിടെ ആരുടെയാണ് ആ തെറ്റ് വരുന്നത്? എല്ലാം കഴിഞ്ഞു കഴിയുമ്പോൾ നമ്മൾ ഈ മാതാപിതാക്കളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. എന്ത് ചെയ്യണം? അവരെന്താണ് വിചാരിക്കുന്നത്? ഞാൻ ചെറുപ്പത്തിൽ ഒരുപാട് കഷ്ടപ്പാട് അനുഭവിച്ചു, എന്റെ മക്കൾ അതൊന്നും അനുഭവിക്കരുതെന്ന് വിചാരിക്കുന്ന പാവങ്ങളെ ഇങ്ങനെ മുതലെടുക്കുന്ന കുട്ടികളല്ലേ ചെയ്യുന്ന തെറ്റ്. ഇപ്പൊ ഈ വീഡിയോ കാണുന്ന മാതാപിതാക്കൾ ഉണ്ടാകാം, ഇതേപോലെ തന്നെയുള്ള കുട്ടികളും ഉണ്ടാകാം. അവരൊന്ന് ചിന്തിക്കുക. എല്ലാം വേണം, ലൈഫിലെല്ലാം വേണം, സന്തോഷം വേണം, എന്റർടൈൻമെന്റ് വേണം, ആർഭാടം വേണം, എല്ലാം വേണം. പക്ഷെ അതെല്ലാം നമ്മളെയോ നമ്മുടെ ഫാമിലിയോ മറന്നുകൊണ്ടാകരുത്. ഇപ്പൊ ലവ് ഫെയിലിയർ ആയിക്കോട്ടെ, പരീക്ഷാ തോൽവി ആയിക്കോട്ടെ, എന്തായിക്കോട്ടെ, അതൊന്നും നമ്മുടെ ജീവിതത്തിന് ഫുൾ സ്റ്റോപ്പ് ഇടാനുള്ള കാര്യങ്ങളാകരുത്. ഒരു കോമയിട്ട് മുന്നോട്ട് പോയിക്കോണം. അതാണ് ജീവിതം, അങ്ങനെയാണ് ജീവിക്കേണ്ടത്. അല്ലാതെ എന്തെങ്കിലും വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓടിപ്പോയിട്ട് സൂയിസൈഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനൊരു പരിഹാരം ആവില്ല. എന്ത് പോയി? നമ്മുടെ ജീവിതം പോയി. ആർക്ക് പോയി? നമ്മുടെ അച്ഛനും അമ്മയ്ക്കും പോയി, അല്ലാണ്ട് ആർക്കും പോവില്ല. ഇതൊക്കെ മനസ്സിലാക്കുക കുട്ടികളെ. നിങ്ങൾ എന്ന് മനസ്സിലാക്കാൻ വേണ്ടിട്ട് നിൽക്കുക. അപ്പൊ ഒരു കാര്യം മനസ്സിലാക്കുക, പഠിക്കേണ്ട സമയത്ത് പഠിക്കുക, അച്ഛനമ്മമാരെ ഹെൽപ്പ് ചെയ്യേണ്ട സമയത്ത് ഹെൽപ്പ് ചെയ്യുക. സോഷ്യൽ മീഡിയയിൽ ഒതുങ്ങി കൂടരുത്. ഇൻസ്റ്റാഗ്രാം ആയിക്കോട്ടെ, ഫേസ്ബുക്ക് ആയിക്കോട്ടെ, ഇൻസ്റ്റാഗ്രാമിൽ നിങ്ങൾക്ക് ബാഡ് കമന്റ്സ് വരുന്നുണ്ടോ? കമന്റ് ബോക്സ് ഓഫ് ചെയ്തേക്കണം, പ്രശ്നം തീർന്നു. നിങ്ങൾക്ക് ഫേസ്ബുക്ക് അല്ല യൂസ് ചെയ്യാൻ പറ്റുന്നില്ലേ? അൺഇൻസ്റ്റാൾ ചെയ്യല്ല, അല്ലാണ്ട് ജീവിതമല്ല അൺഇൻസ്റ്റാൾ ചെയ്യേണ്ടത്. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ഓരോ കൂട്ടരും മനസ്സിലാക്കുക. അല്ലാതെ ഇപ്പൊ സോഷ്യൽ മീഡിയസിൽ കുറെ പേര് ഈ കുട്ടിക്ക് ഇങ്ങനെ ഒരു തെറ്റ് പറ്റിയതിനെ തുടർന്ന് ആ കുട്ടീനെ കുറെ പറഞ്ഞ, പാരന്റ്സിനെ കുറെ പറഞ്ഞിട്ട് എന്ത് കാര്യം? എന്റെ കുട്ടിയായിരുന്നെങ്കിൽ ഞാൻ അങ്ങനെ ചെയ്യില്ല, അങ്ങനെയാ, എന്റെ കുട്ടിയെ ഞാൻ അങ്ങനെയാക്കും എന്നൊക്കെ പറയുന്നവരോടൊന്നും എനിക്കൊന്നും പറയാനില്ല. നമുക്ക് മറ്റൊരാളുടെ ഒരു നിസ്സഹായാവസ്ഥ കാണുമ്പോൾ നമുക്ക് പല അഭിപ്രായങ്ങളും പറയാനുണ്ടാവും. കാരണം അവര് നിസ്സഹായരാണ്, അവര് തിരിച്ചൊന്നും പറയത്തില്ല. പക്ഷെ നമുക്ക് ആ ഒരു നിസ്സഹായത വന്നു നോക്കട്ടെ, നമ്മളും ആ സമയത്ത് മിണ്ടാതിരിക്കും, മറ്റുള്ളവർ പറയേണ്ട കേൾക്കേണ്ട വരും. അത് യാതൊരു സുഖമുള്ള കാര്യമല്ല. അപ്പൊ ഈ വീഡിയോ കാണുന്നവരാണെങ്കിൽ നിങ്ങൾ തന്നെ പറയൂ, ഞാൻ ഈ പറയുന്ന അഭിപ്രായങ്ങളോടൊക്കെ നിങ്ങൾ യോജിക്കുന്നുണ്ടോ എന്ന് പറയൂ. അപ്പം വേറൊരു വീഡിയോ ആയിട്ട് കാണാം. അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്